ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഞാൻ ഇന്നലെയാണ് എനിക്കിങ്ങനെ ഈ ഐഫോൺ ഉണ്ടല്ലോ ശരിക്കും ഉപയോഗിക്കാൻ അറിഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോസൊക്കെ. അപ്പം എന്താണ് മീൻസ് എനിക്ക് ഇന്നലെയാണ് ഞാൻ എന്നിട്ട് ഇത് കടയിൽ കൊണ്ടു കൊടുത്ത്. കോമഡി ആയിരുന്നു. ഇന്നലെ രാത്രി ഞാൻ കടയിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞ് ബാക്കി ഐഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഇത് ക്ലാരിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിയെന്നല്ല എങ്ങനെ പറയായിരുന്നു. അപ്പോഴല്ലേ അയാൾ എനിക്ക് പഠിപ്പിച്ചെന്ന് ഇങ്ങനെയല്ല മോളെ ഐഫോൺ ഉപയോഗിക്കേണ്ടതെന്ന്. അങ്ങനെ ഇപ്പം ഐഫോണൊക്കെ സെറ്റായി. എനിക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞൂടായിരുന്നു, എന്തോ ഇത് മാറിക്കിടന്നു സെറ്റിങ്സിലാണ്, എനിക്ക് അറിഞ്ഞൂടായിരുന്നു സംഭവം. അപ്പം ഇത് ഞാൻ കറുത്തിരിക്കണേണ് കേട്ടോ, ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, കറുത്തിരിക്കണേണ്. അങ്ങനെ എൻ്റെ ഐഫോണിന് ഡിമാൻഡ് കൂടി. ഞാൻ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുത്തു. ഇതാ വേർത്തൊലിച്ച് രാവിലെ നിൽക്കുകയാണ്. അപ്പം നമ്മളെന്താണ് ഇന്നിതാ കൊച്ചിയിൽ തന്നെ ഉണ്ട്. ഇന്നലെ നമ്മുടെ ശ്രീയുടെ വീട്ടിലായിരുന്നു സ്റ്റേ. അപ്പോൾ നമ്മളൊരു 10-15 പേരുണ്ട്. നമ്മൾ കൊച്ചിയിൽ മട്ടാഞ്ചേരി ഞാൻ പോയിട്ടില്ല. നന്ദുവിൻ്റെ വീട്ടിൽ അന്ന് വന്നപ്പോഴേക്കും കുറേ സ്ഥലം ഞാൻ പോയിട്ടുണ്ട്. കുമ്പളങ്ങിയൊക്കെ ആയിരുന്നു അന്ന് മെയിനായിട്ട്, അവളുടെ വീട് അവിടെയല്ലേ. അപ്പോൾ ഇന്ന് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി അവിടെയൊക്കെ പോകാമെന്ന് വിചാരിച്ച്. അപ്പം അതായിരിക്കും ഇന്നത്തെ വ്ളോഗ്. അതുപോലെ ഇന്ന് നമ്മൾ തിരിച്ച് ആലപ്പുഴയിലോട്ട് പോകും കേട്ടോ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പം എന്താ എല്ലാവരും ഇറങ്ങി, ഞാനും ഇറങ്ങട്ടെ, കാണാം ഗൈസ്. അപ്പം എൻ്റെ സെക്യൂരിറ്റി വന്നിട്ടുണ്ട്, ബോഡി ഗാർഡ്. അപ്പോൾ അവൾ കൊടയൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ നടക്കുകയാണ് വിശാലമായിട്ട് ഗൈസ്. അപ്പോൾ നമ്മളൊരു ഓട്ടോയിൽ കയറി ബോട്ട് കെട്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മളുടെ ഫോർട്ട് കൊച്ചിയിലോട്ട് എത്തി. ഗൈസ്, അപ്പം ഞാൻ എന്താ ഈ ക്യൂട്ടായിട്ടുള്ള പൗച്ച് വാങ്ങി. കളല്ലേ 150 രൂപയുള്ളൂ. 150 രൂപയ്ക്ക് എന്തായാലും ഇത് നല്ല ലാഭമാണ്, നല്ല ഭംഗിയുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. നോക്കൂ, പിന്നെ വാങ്ങാം, നമുക്ക് ജോലി ഇട്ടിട്ട് വാങ്ങാവേ. നോക്കൂ ഗൈസ്, നമ്മളുടെ അടുത്ത ഫോട്ടോ സ്പോട്ടിലോട്ട് എത്തിയിരിക്കണം. ഓൾഡ് ഹാർബർ അല്ലേ. ഇവിടെ ഞാൻ പണ്ടൊരു പിക്ക് എടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ കുറച്ച് ഊളയായിരുന്നു. ഇന്ന് ഊള തന്നെ, പക്ഷെ കുറച്ചൊന്ന് ലുക്കൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വന്ന് അടുത്ത പിക്ക് എടുക്കാം. പിന്നെ എൻ്റെ ഫോണിന് എന്തോ പറ്റി ഗൈസ്, എനിക്ക് ഇത്ര നാൾ ഉപയോഗിക്കാൻ അറിഞ്ഞൂടായിരുന്നു. ഐഫോണും കൊണ്ട് നടക്കുകയാണ്. ഇനി ഞാൻ ഇവർക്കൊക്കെ പിക്ക് എടുത്ത് കൊടുക്കട്ടെ. ചാർജ് നല്ല വിധം ഇങ്ങനെ കുറയണുണ്ട്. നോക്കാം. സോ ഗൈസ്, നമ്മളുടെ അടുത്ത് ബാസ്റ്റ്യൻ ബംഗ്ലാവിലോട്ടാണ് പോണത്. ഇതാണ് സംഭവം. ഗൈസ്, നമുക്ക് നല്ല ക്ഷീണമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇന്നലെ വണ്ടർലയിൽ പോയി എന്നെ ഷേക്ക് ആക്കിയോണ്ടേ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മളൊരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ച്. ജീപ്പുണ്ടോ? ഫോട്ടോ വെച്ച് വിട്ട് നേരെ മട്ടാഞ്ചേരിയിലോട്ട് പോവുകയാണ്. നമ്മൾ 4 പേരാണ് കേട്ടോ എപ്പോഴും ഓട്ടോയിൽ. ഓട്ടോ മീൻസ്. അപ്പോൾ പോയിട്ട് അവിടെ നിന്ന് കാണാം.
ഗൈസ് ഒടുക്കത്തെ ചൂടും വെയിലും കണ്ണീന്ന് വെള്ളം വന്ന് അതാണെന്ന് വിചാരിക്കുന്നു. ചട്ടക്കാരി നല്ല രസമുണ്ട്, ഒരു പഞ്ചാബ് വൈബാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നൊന്നും അറിഞ്ഞിട്ടില്ല. സംഭവം നല്ല രസമുണ്ട്. എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റില്ല വെയിലടിച്ചിട്ട്. എന്തായാലും ഇത് മതി. പിന്നെ ഗൈസ് ഇവിടുത്തെ എന്തോ ഒരു ട്രഡീഷണൽ സംഭവമാണ്. ഇങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ അടിക്കുമ്പോഴേക്കും പ്രാവ് ഈ അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടം അടിക്കുന്നു, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങളിതാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Will come and eat. Please come this side. Please keep it down your hand. അപ്പം എന്താ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇനിയാണ് ഒറിജിനൽ മട്ടാഞ്ചേരി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളിവിടെ എത്തിയില്ല, മട്ടാഞ്ചേരി എത്തി പറഞ്ഞിട്ട്. ഗൈസ് അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം മട്ടാഞ്ചേരിയിൽ. എല്ലാവരും ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. സ്ഥലമൊന്നും അറിഞ്ഞിടാത്തോണ്ട് ഇങ്ങോട്ട് കയറണം, എവിടെ കയറണം എന്നൊക്കെ. ഗൈസ് അപ്പം നമ്മൾ അടുത്ത് പോണത് ഡച്ച് പാലസ് ആണ്. ഭയങ്കര ചൂട്, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കണം. എനിക്കറിഞ്ഞിട്ട് ഈ ചൂടടിച്ചിട്ടാണ് പിന്നെ ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം രാവിലെ തൊണ്ടവേദനയായിരുന്നു, ഇപ്പൊ ജലദോഷമായി. ഇന്നലത്തെ വെള്ളം കളി അതിൻ്റെയാണ്. അപ്പം അതാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭഗവതി ടെമ്പിൾ വെയിറ്റ് മ്യൂസിയം. ഒരു രാജാവാണ്. എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നു ഗൈസ്. വ്യത്യാസം എന്തെന്നാ, ഇങ്ങേർക്ക് പൊട്ടില്ല, ബട്ട് ഇവിടെ പൊട്ടുണ്ട് ഗൈസ്. ഇത് പണ്ടുള്ള ആൾക്കാരുടെ മുടി കെട്ടാൻ യൂസ് ചെയ്യണ ഹെയർ പിൻ അതൊക്കെയാണ് ഇതാ. പിന്നെ ഇതാ ഷാംപൂ കണ്ടെയ്നർ അതൊക്കെയാണ് ഇതാ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കണത് ഗൈസ്. അപ്പം അടുത്ത് നമ്മൾ ഇവിടെ സ്ട്രീറ്റിൽ കൂടെ കുറച്ച് പർച്ചേസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച്. എന്ത് പർച്ചേസ് ചെയ്യണം എന്തോ, ചുമ്മാ തെണ്ടിത്തിരിഞ്ഞ് നടക്കാം കുറച്ച് നേരം. അത് കഴിഞ്ഞ് സിനഗോഗോ അങ്ങോട്ട് എവിടെ പോകണം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് എവിടെ പോകാമെന്ന് പറഞ്ഞ് നോക്കട്ടെ. നല്ല പൊരിഞ്ഞ വെയിൽ. വാ, ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ബാഗുകൾ ഗൈസ്, ഇതാണ് ഞാൻ സ്വപ്നം കണ്ട മട്ടാഞ്ചേരി. ഇപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഇത്ര നേരം നമ്മുടെ ട്രിവാൻഡ്രത്ത് ചാല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടുത്തെ ഒരു വൈബായിരുന്നു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സ്ഥലം. പക്ഷെ ഇവിടുത്തെ എനിക്ക് ഡ്രസ്സിങ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫോട്ടോ വെച്ചില്ലായിരുന്നു ഇഷ്ടം. ഞാൻ ഇവിടെ വന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. ഗൈസ്, അപ്പം നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് ഇതായിരിക്കും. പോയി 2 ഫോട്ടോ എടുത്തിട്ട് വരാം.
ഗൈസ് അപ്പം കൊച്ചി കഴിഞ്ഞ് കേട്ടാ. ഇനി നമ്മൾ ട്രെയിൻ കയറി നേരെ പോകാൻ പോവുകയാണ്. ഇനി ശ്രീയുടെ വീട്ടിലാണ് ബാക്കി സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. പിന്നെ അതെടുക്കുക, ട്രെയിനിൽ കയറുക, പോവുക. അതാണ് ഇനി പരിപാടി. ഇവിടെ നല്ലൊരു ബോൾ ഞാൻ കാണിച്ചു തരാവേ. ഗൈസ് അപ്പം നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. കലവൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഓട്ടോ കയറിയാൽ മതിയായിരിക്കും വിചാരിക്കുന്നു. ഞാൻ കറുത്ത് ടാൻ അടിച്ച് അറിഞ്ഞൂടാ. ആലപ്പുഴ എത്തി. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. മരിച്ച് നമ്മളെല്ലാവരും അതാണ് മരിച്ച്. ഞാൻ ഓട്ടോയിൽ അങ്ങറ്റം പഞ്ചറായി പോയി ഗൈസ്. എൻ്റെ ദേഹത്തൊരു പട്ടി കയറി ഇരുന്ന് ഒരു ഈ പട്ടി പഞ്ചറായി. ടാറ്റാ.